തല്ലരുത് നമ്മളെ കുട്ടിയാട്ടോ, നമ്മളെ കുട്ടീനെ തല്ലരുത് കേട്ടോ. നമുക്ക് 2 കുട്ടികളില്ലേ, കുഞ്ഞുമണിയാള്. എവിടെ കുഞ്ഞുമണിയാള്? മുപ്പായിട്ട് കൊടുക്കട്ടെ കേട്ടോ, നമുക്ക് ബിർ പോവാന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പൊ ആരോട് പറഞ്ഞിട്ടില്ല, നിങ്ങളോടാ പറയുന്നത്. സന്തോഷമുണ്ട് സങ്കടവും ഉണ്ട് കേട്ടോ. എന്താ ചെയ്യാ. അപ്പൊ സ്ഥലം കാണാൻ പോവാണ്. നമ്മളെ വീടും സ്ഥലമായിട്ട് ഒരു മാറ്റ കച്ചവടത്തിന് കേട്ടോ. അങ്ങോട്ട് നീക്കിയിരുന്നു. അപ്പൊ മാറ്റ കച്ചവടത്തിന് കേട്ടോ മക്കളെ. മാറ്റ കച്ചവടത്തിന് എന്താ കാട്ടാന്ന് ലാഭം കിട്ടാന്നുണ്ടാവൂലേ. അല്ലാതെ വീട് വിറ്റ് പോകുന്നില്ല, ആരും വിൽക്കണില്ല. മാറ്റ കച്ചവടം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ പോലെ നമുക്ക് തരും കേട്ടോ. അപ്പൊ നമ്മളെ ബാങ്കിലത്തെ ഇടപാട് മാത്രം തീർക്കാനുള്ള പൈസ കിട്ടും. ബാക്കിയുള്ള ഇടപാടുകളും കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അയച്ചുകൊണ്ടാണ് കിട്ടാം. അല്ലാതെ എന്താ ചെയ്യാ, കിട്ടണ അങ്ങോട്ട് ശരിയാക്കട്ടെ മക്കളെ. അല്ലാതെ ബാങ്കുകാർ കൊണ്ടുപോയാല് ഏതും നടക്കൂല. അപ്പൊ 2 ആധാരങ്ങളുണ്ട്. 2 ആധാരങ്ങളും എടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമല്ലേ. ബാക്കിയുള്ള കടങ്ങൾ നമുക്ക് പിന്നീട് വീട്ടാം. അപ്പൊ സ്ഥലമുണ്ട് കുറച്ച്, അതൊന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഒന്നുമില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. മിനൂസിന് മാറിയിരുന്നു കേട്ടോ. എന്നാലും ഇങ്ങനെ കഞ്ഞുകൊണ്ട് പോകും, വയറിന് അസ്വസ്ഥത ഉണ്ടായിട്ടേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോണ വീഡിയോ ഞങ്ങൾ വിടണ്ട് കേട്ടോ. ഇൻഷാല്ലാ അന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് വിടണ്ട്. അപ്പൊ ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടു വരട്ടെ ഞങ്ങള്. എന്താ എവിടെയാണ് സ്ഥലം പറഞ്ഞപ്പോ. അപ്പൊ പൊന്നൂസ് എവിടെ വാ, പൊന്നൂസ് വാ, ഞാൻ വാ. അപ്പൊ ഷൈമോള് ഇതിപ്പോ വരും. ഓളെ എടുത്തോളാം കേട്ടോ. ഷൈമോള് ഇത് വന്നാല് പോട്ടെ. ഞങ്ങള് ഓലൊന്നും കൊണ്ടുപോണില്ല, ഞാനും കാക്കും പോവുകയാണ്. വീടുകളും കൊണ്ട് പോണമെന്നുണ്ട്. അപ്പൊ പോയിട്ട് വരാം, വിശേഷങ്ങളൊക്കെ പറയാട്ടോ. എന്താ മക്കളെ, വീട് വിൽക്കല് നാട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരു നിവർത്തിയില്ല. നമ്മളെ വീടിന്റെ ആധാരവും പിന്നെ ചെറിയ ഒരു ആധാരം ഉണ്ട്, അതൊക്കെ എടുക്കണം. ബാക്കി നമുക്ക് കടങ്ങളൊക്കെ പിന്നെയുണ്ട്. വീട് വിറ്റാലൊന്നും തീരൂല കടങ്ങള്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച വീട് എടുത്തിട്ട് മൊത്തം പൈസ അവര് തരികയാണെങ്കിൽ നമ്മളെല്ലാ കടങ്ങളും വീട്ടിയിട്ട് പിന്നെ ആദ്യമൊന്ന് തുടങ്ങാനൊക്കെ എത്തിയട്ടോ. പക്ഷെ അത് നടക്കണില്ല. ഒരുപാട് ദിവസമായി അതിന് ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ബാങ്കിനും ഒക്കെ ആകെ ആറാറായി വീടൊക്കെ വന്നത്. ഇവിടെ ഒന്നും ചെയ്തു ഓഫീസറൊക്കെ. കുറച്ചൊക്കെ പൈസ ഇപ്പൊ കൊണ്ടേ അടച്ചും ചെയ്തു, ഒന്നും ആയില്ല കേട്ടോ. എന്തായാലും അതിന് വേണ്ടിക്കൊണ്ട് കുറച്ച് ആളുകൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ തന്നേന്നാലും കൊണ്ടിട്ടൊന്നും ആയില്ല. ഒന്ന് വരുന്നുണ്ട്, ഇവരെ മാറ്റി കൊടുക്കണേ. അപ്പൊ ഒരു വന്ന പാടം പോവാലോ എന്ന് കരുതിക്കാണ്ടേ. അപ്പൊ വീഡിയോ ഒന്നും ഇടാത്ത, എന്താ താത്ത വീഡിയോ ഇടാത്ത, അങ്ങനെ ടെൻഷനും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. കാക്കയോട് അറിയപ്പോ കാക്കു പറയാ, എന്നാ ജോലോട് പറഞ്ഞോളാം, ഞങ്ങളിങ്ങനെ പോണാണ് പറഞ്ഞോളാ, പറഞ്ഞ വീഡിയോ ആയില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങള് സർപ്രൈസ് ആയിട്ട് പോയി വന്നിട്ട് പറയട്ടോ. പോയി അവര് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് അവരിവിടെ വീട് വന്ന് നോക്കട്ടെ. വീടും കണ്ടിട്ട് എന്താ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചേ പൈസ തരുള്ളൂ. എന്തായാലും നമ്മളെ ബാങ്ക് ഇടപാടുകളൊക്കെ തീർക്കാനുള്ള പൈസ തരും. ബാക്കി പിന്നെ നമ്മൾ തന്നെ വീട്ടേണ്ടി വരും. പിന്നെ ഇപ്പൊ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടുമല്ലോ. അത് സ്ഥലം എവിടെ, കാക്കു രാവിലെ പോയൊക്കെ തോന്നുന്നു, പോയി നോക്കി തോന്നുന്നു. അപ്പൊ കാക്കുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഏതായാലും ഈ ഒന്ന് വന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾ പോയൊക്കെ വെച്ചപ്പോ അങ്ങനെ കണ്ടും വീട് കേട്ടോ. ഏതായാലും ഞാനും കൂടി ഒന്ന് പോയി കാണട്ടെ, എന്ത് സ്ഥലമാണാവോ, എങ്ങനെയാണാവോ നമുക്ക് വീട്, എന്തെങ്കിലും കാലത്ത് നമുക്ക് വീട് വെക്കാൻ കഴിയാവോ, അല്ലെങ്കിൽ നമ്മളൊക്കെ അത് വിറ്റ് അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസയൊക്കെ ആവുമല്ലോ ഈ സ്ഥലത്തിന്. അപ്പൊ അത് വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ള കടക്കെ തീരുമാവോ. എന്തായാലും പോയി നോക്കട്ടെ. ഭയങ്കര വിഷമമുണ്ട് ആ വീട്, നമ്മളെ വീട് പോണോണ്ടൊക്കെ. ഈ മക്കളെയും കൊണ്ട് ഇപ്പൊ എവിടെ ഇറങ്ങാന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും സങ്കടമുണ്ട്. ഞാൻ ആ ബ്രോക്കർ കാക്കു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെയ്തിട്ടോ, കാക്കുവിന് മടിയാണ്, നമുക്ക് മടിയല്ലേ ഓരോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാനൊക്കെ. അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒന്ന് വൈറ്റ് അടിച്ചാടി കൂടി ആളുകളെ കൊണ്ട് കാണിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിയില്ല, അപ്പൊ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. പിന്നെ ഇതിമേൽ ഇനി നമ്മൾ പൈസ ഇറക്കിക്കാണ്ട് അതും കടം വാങ്ങിക്കാണ്ടാണ്. അപ്പൊ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടോ അവരോട്. അപ്പോൾ ആ കാക്കുവിനോട് ഞാൻ പറഞ്ഞു, നമ്മള് ഇതിന് മൊത്തം വില കിട്ടണ അങ്ങനെ ഒരാള് വീട് എടുത്തുകൊണ്ട് പൈസ തരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കടങ്ങളും വീട്ടാം, കുറച്ചെല്ലാം കടം വീട്ടാം, നമ്മളെ വീടിന്റെ ആധാരം എടുത്തുകൊണ്ട് ഓരോ പേർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകല്ലോ നമ്മളെ മേത്തുനിന്ന്. അപ്പൊ കാക്കു കുറെ പരിശ്രമിച്ചു കേട്ടോ. അപ്പൊ അതൊന്നും അങ്ങനെ വീടൊന്നും അങ്ങനെ പോണില്ല. ഒന്നാമത് ഇവിടെ വരുമ്പോ എല്ലാവർക്കും കുട്ടികളും മക്കളെയൊക്കെ കാണുമ്പോ എല്ലാവരും പല മൈൻഡിലല്ലേ ചിന്തിക്കുക. കുട്ടികളെ കൊണ്ട് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതൊരു അങ്ങനെയൊക്കെ ഒന്ന് ടെൻഷൻ ഉണ്ടാവും ആളുകൾക്ക്.
പിന്നെ ഒന്നാമത് വീട് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ തന്നെ പൊട്ടിപ്പൊടിഞ്ഞ് ഇപ്പൊ നമുക്ക് പൈസ ചെലവാക്കാതെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നടക്കുവോ? ആ ബ്രോക്കർ കാക്കോട് പറയണം കേട്ടോ, നിം പൈസ ചെലവാക്കിയാൽ 2-3 ലക്ഷം ചെലവാക്കിയാൽ വീട് നേർന്ന് നിൽക്കും പറയുന്നത്. അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഇതാല്ലേ. ഇനിയിപ്പോ ഇത് വിറ്റാ നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വീട് കിട്ടൂല. എന്നാലും അൽഹംദുലില്ലാ കടല്ലാതെ മരിക്കുകയാണെങ്കിലേ എനിക്കും വലിയ ആഗ്രഹം. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പൊ ഗർത്തി കാട്ടല്ലേ, ഭയങ്കര ടെൻഷനായിരുന്നു വീട് വിൽക്കുക എന്ന് പറയുമ്പോ. നമ്മള് വീട്ടിലെ അമ്മമാരല്ലേ നമ്മളെ മക്കളെയും കൊണ്ട് ഭയങ്കര ഇടങ്ങാറല്ലേ. ഒരുപാട് കാക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണ്ടാണ് ഇപ്പൊ ഈ സ്ഥലം കാര്യം വീടൊക്കെ വെച്ച് ലോണും എടുത്ത് വീട് പോയിക്കാനൊന്നും ഒരു അധീനല്ലല്ലോ ഞങ്ങൾക്ക് പറഞ്ഞു നിൽക്കണല്ലോ അതൊക്കെ. അപ്പൊ ഇനി ഇത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു നിവർത്തിയില്ലാന്നപ്പോ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു കാക്കുന്നുണ്ട് കേട്ടോ. നമ്മള് കഴിയാത്തവരെ നമ്മള് ഇടങ്ങാറാക്കിയിട്ട് കാര്യമല്ലോ. നമ്മളെ ഭർത്താക്കന്മാർക്ക് കഴിയില്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ട് അത് വേറെ ദുരന്തം വിളിച്ചു വരുത്തല്ലേ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞ കാക്കുനോട് കൊടുത്തുകാണ്ട് നമുക്ക് ഇത് കൊടുത്തുകാണ്ടേ നമുക്ക് കടം വീട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലം ഇവിടെ ഒരു കഴിയുമെങ്കിൽ വാങ്ങാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ അതിങ്ങനെ പോണില്ല വീട്. അപ്പൊ എന്താ പോവാത്ത താത്താന്നൊക്കെ ഉണ്ടാവൂലേ? ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ പറഞ്ഞില്ലേ പലരും പല മതിലൊക്കെ ഞാൻ തന്നെ കേട്ടോ മക്കളെ സിമെന്റൊക്കെ മാന്തിക്കാണ്ട് തിന്നണേ. ഒരുപാടൊക്കെ ഞാൻ വായന്ന് എടുത്തിട്ടു കേട്ടോ. ഷീറ്റ് ഇടാൻ നിങ്ങൾ പറയണ്ടായി അപ്പോഴും ഒരു 5-6 ഉറുപ്പ്യൊക്കെ ഇതിന്മേൽ ചെലവാക്കേണ്ടി വരും. ഷീറ്റ് ഇടണമെങ്കിൽ കൊണ്ടുപോയി നന്നായിട്ട് തൂക്കണം, അല്ലാതെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൂലേ. കുട്ടികളില്ല വീടല്ലേ. അപ്പൊ പിന്നെ ഞാൻ അയിമക്കും നിന്നില്ല കേട്ടോ. വൈറ്റടിച്ചാലൊന്നും നിന്നില്ല. എന്തായാലും ഇതിനൊരു തീരുമാനമാവാതെ നമ്മൾ ഇതിമക്ക് ഒന്നും നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളോട് പറയാ, നിങ്ങൾ ഇന്നലെയൊക്കെ പറയുന്ന താത്താന്റെ വീഡിയോ നേരം വൈകി വരുന്ന താത്ത വീഡിയോ ഇടാത്ത എല്ലാം കൂടി. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടോ, സ്ഥിരമായിട്ട് കമന്റ് ഇടുന്നൊരു താനോട് പറഞ്ഞു. ഞാൻ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഇതൊക്കെ തന്നെയാണ്. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. നമ്മള് കുട്ടികളെ മക്കളൊക്കെ നിൽക്കണല്ലേ, അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടും. അപ്പൊ നമ്മളെ ഭർത്താക്കന്മാർക്ക് കയ്യിലാകണ്ടേ അവരിട്ട് കണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് സ്വയം ആപത്തുകളൊക്കെ വിളിച്ചു വരുത്താണ് അല്ലേ. അപ്പൊ ഇതിനൊരു തീരുമാനമാവട്ടെ. അപ്പൊ എന്തായാലും ആ സ്ഥലം ഒന്ന് പോയി നോക്കട്ടെ. അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താലും ഇപ്പൊ ബാക്കിയുള്ള സ്ഥലം നമ്മൾ തീർക്കാൻ കഴിയില്ല അല്ലേ. എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാം. എങ്ങനെയെങ്കിലും എന്നാലും ബാങ്കിലത്തെ 2 ആധാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആധാരമുണ്ട്, പിന്നെ ഞങ്ങളെ ആധാരമുണ്ട്. ഇവിടെ താഴത്തെ ഉമ്മാന്റെ ആധാരം വെച്ചിട്ടുണ്ട്. അതും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തീർക്കാം. ആർക്കായാലും കൊടുക്കാനല്ലേ നമ്മൾ കൊടുക്കണ്ടേ. എത്ര കാലാണെങ്കിലും അവർക്ക് കൊടുക്കണം. കടം ഉണ്ടാക്കിക്കാണ്ട് മരിച്ചാലും ഗതി റബ്ബ് വരുത്താക്കട്ടെ. ഞാൻ എപ്പോഴും പറയട്ടോ, നമുക്ക് ആദ്യമൊന്നും തുടങ്ങടിയിരുന്നാലും വേണ്ടില്ല. എല്ലാവരും കടം ഒരു വെറുപ്പ് പോലെയുള്ള നോട്ട് ആരെടുത്തൊന്നും വേണ്ട. ഒരുപാട് കാലമായി നമ്മൾ വാങ്ങിയിട്ട് ഇച്ചുനൊക്കെ 1-2 വയസ്സായെന്ന് വയ്യാതായെന്ന് വാങ്ങിയതാ. പിന്നെ കൊടുക്കാൻ കഴിയണില്ല. കഴിഞ്ഞാലേ നമ്മൾ കൊടുക്കാം. പിന്നെ കട്ടും പറിച്ചും ഒച്ചയും പുളിയും കൂടി അങ്ങനത്തെ ഒന്നും നമ്മൾ എടുത്തുകാണ്ട് കൊടുത്തിട്ടും കാര്യം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, കഴിപ്പില്ല. അതെല്ലാവർക്കും ഒന്നും കള്ളന്മാരെ സ്വഭാവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ പെടുത്തോണ്ടി എങ്ങനെയെങ്കിലും വീട് വിറ്റ് പോകാനോ അല്ലെങ്കിൽ ആ സ്ഥലം കച്ചവടമായിക്കാണ്ട് അത് ഞങ്ങൾ എടുത്തുകാണ്ട് ഈ വീട് അവർക്ക് കൊടുത്ത് കുറച്ച് പൈസ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഏതെങ്കിലും വഴിയിൽ ശരിയായി കിട്ടാന് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ബാഡ് കമന്റ് പിന്നെ വരുന്നുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. ടെൻഷൻ വരുമ്പോ നമ്മളെ മേലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുത്തി നോവിക്കുകയാണ്. അത് ഓരോരുത്തരുടെ ശീലാണ് മക്കളെ. എനിക്ക് അതുകൊണ്ട് ഓരോടൊന്നും ഒരു പരാതിയില്ല. പറഞ്ഞു തീർക്കട്ടെ. വീണ് കിടക്കണ മരത്തുമ്മേക്ക് ചാഞ്ഞ് കയറാൻ കഴിയുള്ളൂ, എന്തോ പറയാലല്ലേ. അപ്പൊ പറഞ്ഞോട്ടെ. എല്ലാം എന്താ ചെയ്യാ, നമ്മള് ഇങ്ങനെ നിൽക്കുമ്പോ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നാൽ ഹെൽപ്പ് ചെയ്ത് തരാനും പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അപ്പൊ ഓടി വരാനും നോക്കാനും ഇരിക്കാനും വീട് വാങ്ങി തരാനും അപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. ആരും കണ്ണിലും പെട്ടിട്ടില്ല നമ്മളെ വീടിന്റെ കാര്യം. നമ്മൾ ഒരുപാട്
ഒരുപാട് ഷെയർ ചെയ്ത് പോകാൻ മാക്സിമം എല്ലാവരും ഷെയർ വീഡിയോ വിൽപ്പനക്ക് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, അതെല്ലാവരും പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ നമ്പറും ഉണ്ട്, ആർക്കെങ്കിലും എടുത്ത് സഹായിക്കാൻ. ഞാൻ എല്ലാവരോടും ചോദിക്കൊന്നല്ല, എന്നെ സഹായിക്കുമെന്ന് ചോദിക്കണില്ല, എൻ്റെ വീട് എടുത്ത് സഹായിക്കാൻ. ഞാൻ എൻ്റെ ചാനലിൽ ഒരു പരസ്യം കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ കേട്ടോ മക്കളെ. ആദ്യമാണ് നിയന്ത്രിക്കുക. കുഞ്ഞാത്താന്റെ കുപ്പായ എന്തിനാ ഇടുന്നതെന്ന് ചോദിക്കണേ. കുഞ്ഞാത്താന്റെ കുപ്പായ ഇടാണ്ട് അടി കിട്ടുന്നൊക്കെ പറയണം. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അവിടെ പോയി സ്ഥലമൊക്കെ കാണട്ടെ, ഞങ്ങൾ അതൊക്കെ എടുക്കണ്ട് കേട്ടോ വീഡിയോയില്. ഞാൻ നാളത്തെ വീഡിയോയിലൊക്കെ വിടണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തരുകൊണ്ട്, ഷെയർ ചെയ്തരുകൊണ്ട്, നമ്മളെ മറ്റേ വീഡിയോ ഒന്നും കൂടി ഷെയർ ചെയ്തേട്ടോ. വീഡിയോ വിൽപ്പനക്ക് ആരെങ്കിലും കണ്ടിട്ട് പെടട്ടെ അല്ലേ. അപ്പൊ ഇത്രയ്ക്കുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും. ഓടെ കുഞ്ഞാത്ത തല്ലും. കുഞ്ഞാത്താന്റെ കുപ്പായിട്ടാ കുഞ്ഞാത്ത തല്ലും അറിയണേ. ബ്ലാങ്കറ്റ് എന്തിനാ വെച്ചിട്ടുണ്ടാവൂലേ? ബ്ലാങ്കറ്റ് പൊന്നു കേറിട്ടോ. കേരളം തുടങ്ങി, കോണിപ്പടി കയറാൻ തുടങ്ങി. കോണിപ്പടി കയറിക്കാണ്ട് ഒരു സ്റ്റെപ്പ് കയറി മിഞ്ഞാന്ന് പെരടി അടിച്ച് വീണുട്ടോ. പേടിച്ചു പോയി. ഇന്നിപ്പോ കയറി. അപ്പൊ ഇന്നിപ്പോ തൽക്കാലം അങ്ങനെ വെച്ചിക്കാം. നമ്മളെ ലിനുമോള് ചെറുതായെന്ന് എന്താ ചെയ്തിരുന്നോ, കാക്കു കട്ട കൊടുന്ന് വെച്ചിട്ടായിരുന്നു. കട്ടാന്ന് സിമെന്റിന്റെ വലിയ കട്ടകൾ കൊടുന്ന് വെച്ചിട്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി പോകില്ലല്ലോ. സ്റ്റെപ്പ് ഒരു വയസ്സൊക്കെ ആവണ്ടേ. ഉറങ്ങിയിട്ടില്ല കേട്ടോ, രണ്ടും ഉറങ്ങിയിട്ടില്ല. ഇതന്നെ കളിച്ച് നടക്കുക. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ട് നിൽക്കണം. നമ്മളെ തറയൊന്നും വൃത്തിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കിയാലും അതിങ്ങനെ നോക്കിയാൽ വൃത്തിയില്ലാത്ത മാതിരി തന്നെ തോന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ മാണ്ടിക്കാണ്ട് എടുത്തുകൊണ്ട് വായിക്കിടുകയാണ്. അപ്പൊ കാണിച്ചുമ്പോഴാണ് ഞാൻ വണ്ടി വരുന്നത് കേട്ടോ. പൊന്നോ ഇന്നലെ ഇവൾക്ക് ഞാൻ തീരെ വയ്യാതായിട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കഴിക്കണമൊന്നുമില്ല. അപ്പൊ പൊന്നൂന് അന്ന് ഞാൻ പാല് കൊടുത്തില്ല അന്നില്ല. ഓളെ പാലും കൂടി ഞാൻ വെളുക്ക് കൊടുത്തു കേട്ടോ. അവള് ഭക്ഷണമൊക്കെ കഴിക്കണ്ടായിന്. അപ്പൊ നമ്മള് വയ്യാത്ത കുട്ടികളെ അപ്പൊ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വയറിളക്കല്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വന്നിങ്ങനെ ഗ്ലൂക്കോസ് ഏറ്റവും എല്ലാം ഉണ്ടാവും. അപ്പൊ ഒരു ബ്രസ്റ്റ് മാത്രമല്ലേ ഞാൻ കൊടുക്കല്, ഓരോ ബ്രസ്റ്റ് അല്ലേ കൊടുക്കല്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പൊന്നു നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ഞാൻ ഓളതും കൂടി വെളുക്കണം കൊടുത്തു. നന്നായിട്ട് പാലാണ് കൊടുത്തു. അപ്പൊ ഉഷാറായിട്ടോ. നല്ല കളിയും ചിരിയൊക്കെ ആയി. ലൂസ് മോഷന് ഉണ്ട്, പറ്റുന്ന പോകുന്നുണ്ട്, എന്നാലും എന്താ അങ്ങനെ ക്ഷീണം വരുന്നില്ല.